പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു കല്യാണവർമാവിൻ്റെ സാരാവലിയിൽ 18-ാം അധ്യായം. ഇവിടെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് മുഴുവനുമായും പഞ്ചഗ്രഹ യോഗമാകുന്നു. 5 ഗ്രഹങ്ങളുടെ സംയോഗം. ഇവിടെ പഞ്ചഗ്രഹങ്ങൾ ആദിത്യനും ചൊവ്വയും ചന്ദ്രനും ബുധനും ശുക്രനുമാകുന്നു. പരകർമ്മരതോ നിത്യം ബന്ധുസൂർദ്ഭിഹി കൃതോ വിഗതസത്വ ക്ലീബേര്യാദിജ സൗഖ്യം രവീന്ദുകുജ ശുക്ര സൗമ്യശ്ച. അത്ര രവി സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, കുജൻ ചൊവ്വ, ശുക്രൻ, സൗമ്യൻ സോമസ്യപത്യം പുമാൻ സൗമ്യൻ ബുധൻ. ഈ 5 ഗ്രഹങ്ങളുടെ യോഗത്താൽ ഇവിടെ 3 ശുഭഗ്രഹങ്ങളാണ്, ചന്ദ്രനും ബുധനും ശുക്രനും. 2 പാപഗ്രഹങ്ങൾ ആദിത്യനും ചൊവ്വയും. ഈ ഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ഇപ്രകാരമാണെന്ന് ആചാര്യൻ സൂചിപ്പിക്കുന്നു. ഇവിടെ നിർബന്ധമായും ഈ യോഗം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹത്തിൻ്റെ സ്ഥിതിയും ബലവുമൊക്കെ അറിയണം. ഇവിടെ വ്യാഴം, ഈ യോഗത്തിൽ ശുഭഗ്രഹങ്ങളായ ചന്ദ്രനും വ്യാഴവും ബുധനും. ഉദാഹരണമായി മകരത്തിൽ നീചസ്ഥനായി വ്യാഴം നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ നീചക്ഷേത്രമാണ് മകരം. അതോടുകൂടി ദുർബലമായ ചന്ദ്രനും ബുധനും ഒന്നിച്ച് നിൽക്കുന്നു. അപ്രകാരം തന്നെ ശുക്രൻ നിൽക്കുന്നു, സൂര്യനും ചൊവ്വയും നിൽക്കുന്നു. ഇവിടെ ചൊവ്വ ഉച്ചസ്ഥാനാണ്, സൂര്യനും ദുർബലമാണ്. ഇവിടെ ബലമുള്ള ഏകഗ്രഹം ചൊവ്വയാണ്, ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ്. ഇപ്രകാരം നിൽക്കുന്ന ഗ്രഹം ലഗ്നാൽ 6, 8, 12 ഭാവങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സത്വബലം, പരാക്രമബലം ഒക്കെ കുറയും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹം കമ്പനിയാവുക ക്ലീബന്മാരുമായാണ്, നപുംസകളാണ്, ഹിജടകളായിട്ട് ട്രാൻസ്ജെൻഡുമായി ഇദ്ദേഹം കൂട്ടുകൂടും. ഇദ്ദേഹത്തിനൊരു ട്രാൻസ്ജെൻഡിൻ്റെ സ്വഭാവം ഉണ്ടാകുമെന്ന് പറയുന്നു. പരകർമ്മരതോ നിത്യം, എപ്പോഴും അന്യൻ്റെ കർമ്മത്തിൽ വ്യാപൃതമാവും, അന്യന് വേണ്ടി പ്രവർത്തിക്കും. അവിടെ സൂര്യനും ബുധനും മകരൻ രാശിയിലേക്ക് വന്നാൽ ഇതേ സ്വഭാവമാണ്. അതിനാൽ അന്യർക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി സഞ്ചരിക്കുക. ബന്ധു സൂർദ്ഭിഹി കൃതോ വിഗതസത്വ, തൻ്റെ സത്വബലം, ആ പരാക്രമശാലിത്വം അതൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ ആരും നശിപ്പിക്കും? ബന്ധുക്കളും സുഹൃത്തുക്കൾ ചേർന്ന് നഷ്ടപ്പെടും. ഇദ്ദേഹത്തിൻ്റെ സമാജത്തിൽ യഥാർത്ഥത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കുകയില്ല. അതാണ് സംഭവിക്കുക. കാരണം ഗ്രഹം ദുർബലമാണെങ്കിൽ പരിഹാസം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാർഗം എന്താണ്? ക്ലീബേര്യാദി രതി, ക്ലീബന്മാരോട് സൗഹൃദമുണ്ടാകും. ഇങ്ങനെയുള്ള വ്യക്തികളാണ് പഞ്ചഗ്രഹങ്ങളുടെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. നമസ്തേ.